കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ച നിലയിൽ താമസ സ്ഥലത്തിന് സമീപമുള്ള കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കലു ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. നിഖിൽ ചേർന്നു. നിഖിൽ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. സേതുലക്ഷ്മി, ഇന്നലെ രാത്രി 9:30-നും 10:30-നും ഇടയിൽ കുഞ്ഞിനെ കാണാതായി എന്നാണ് പറയുന്നത്. അച്ഛനും അമ്മയ്ക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കുമൊപ്പം പാപ്പിനിശ്ശേരിയിലെ ക്വാർട്ടേഴ്സിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പാറക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്വാർട്ടേഴ്സിൽ നിന്നാണ് കുഞ്ഞിനെ കാണാതായത്. ഈ 9:30-നും 10:30-നും ഇടയിൽ കാണാതായി എന്നാണ് രക്ഷിതാക്കൾ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇവരുടെ ഈ കുട്ടിയുടെ അച്ഛൻ മുത്തുവിന്റെ ജ്യേഷ്ഠന്റെ സഹോദരനാണ്. ഇത്തരം 12 വയസ്സുകാരനാണ്. അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് കുട്ടി സമീപത്തില്ല എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീട്ടിനടുത്തുള്ള കിണറ്റിൽ ഈ കുഞ്ഞിനെ കാണുകയായിരുന്നു. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് കുട്ടിയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ ജീവൻ രക്ഷിക്കാനായില്ല. ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നിരവധി 2 ക്വാർട്ടേഴ്സുകളാണ് ഈ പ്രദേശത്ത് ഉള്ളത്. അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലായും താമസിക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഈ കുട്ടിയുടെ അച്ഛനും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് നിലവിലുള്ളത്. മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിയെ കൂടിയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബത്തിന് ആരെങ്കിലും സംശയമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ മൊഴികൾ വരുന്നുണ്ടോ നിഖിൽ? അത്തരത്തിൽ കുടുംബത്തിന്റെ സംശയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷെ എന്തായാലും 4 മാസം പ്രായമുള്ള കുഞ്ഞ് അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഉറങ്ങിക്കിടക്കുന്നതിനിടയിൽ നിന്ന് കിണറ്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ ഇടപെടൽ അതിലുണ്ട് എന്ന കാര്യം പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതല്ലാതെ മറ്റൊരു സാഹചര്യവും അവിടെ നിലനിൽക്കുന്നില്ല. ഇത് ആരാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളിലുള്ള ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് ഏതായാലും കടന്നിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛനെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത് വരികയാണ്. തീർച്ചയായും നിഖിൽ, അത് തന്നെയാണ്. കാരണം 4 മാസം പ്രായമുള്ള കുഞ്ഞ്, ആ കുഞ്ഞിന് ഒരിക്കലും അതിന് പോയി അത് കിണറ്റിലെത്തണമെങ്കിൽ മറ്റൊരാൾ എടുത്ത് അതിനെ അപായപ്പെടുത്തണം. അതല്ലാതെ ഒരു സാധ്യതയും അവിടെ ഇല്ല. അച്ഛനും അമ്മയും പോലും സംശയ നിഴലിൽ നിൽക്കുന്ന മണിക്കൂറുകളാണ് ഇത്. ഈ അയൽവാസികളുടെയോ ആരുടെയെങ്കിലും ഇവരുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയോ വഴക്കുണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സാന്നിധ്യമോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ലീഡിലേക്കൊക്കെ അന്വേഷണ സംഘത്തിന് എത്താൻ പറ്റുന്ന സമയമൊന്നും ആയിട്ടില്ല. എങ്കിൽ പോലും അയൽവാസികളോ ആരെങ്കിലും ഒക്കെ സമാനമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മൊഴി നൽകുന്നുണ്ടോ? പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. നിലവിൽ പോലീസ് അത്തരം കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല. കാരണം മലയാളികളായ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമല്ല അവിടെ ഉള്ളത്. ബംഗാളിൽ നിന്നുള്ളവർ, ഒറീസയിൽ നിന്നുള്ളവർ, അങ്ങനെ ഇതര സംസ്ഥാന തൊഴിലാളികൾ, ഒപ്പം തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള കുടുംബം, ഇങ്ങനെ ഉള്ള ആളുകൾ താമസിക്കുന്ന 2 ക്വാർട്ടേഴ്സുകളാണ് ഈ പാപ്പനിശ്ശേരിയിലെ പാറക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്വാർട്ടേഴ്സിലുള്ള മുഴുവൻ ആളുകളിൽ നിന്നും വിവരങ്ങൾ തേടുക എന്നതിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത്. നിലവിൽ ഈ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശരി നിഖിൽ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് വീണ്ടും നിഖിലിലേക്ക് എത്താം. തീർച്ചയായും സങ്കടപ്പെടുത്തുന്ന, ദുരൂഹതകൾ ഏറെ ഉള്ള ഒരു വിഷയം തന്നെയാണ് ഇത്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലാണ് 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത്. എത്രയും വേഗം ഇതിന്റെയൊക്കെ ദുരൂഹത പോലീസ് മാറ്റും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.